ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ കറണ്ട് ഫീലിംഗും നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ്. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവർ ഏതെങ്കിലും സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണെങ്കിൽ ഇവരുടെ ആ ഒരു ബലം പ്രയോഗിച്ച് അതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർ ലോജിക്കൽ മൈൻഡ് യൂസ് ചെയ്ത് ആ സിറ്റുവേഷന് പുറത്തു വരാൻ ശ്രമിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഫാമിലിയുടെ ചിന്താഗതി വളരെ ഓർത്തഡോക്സ് ആണ് എങ്കിൽ ഇവർ അത് നോക്കത്തില്ല. നിങ്ങൾക്ക് വേണ്ടി അൺകണ്ടീഷണൽ സ്നേഹമാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഇവർ അത് നോക്കാതെ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഔട്ട് ഓഫ് ദ ബോക്സ് പോയി ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു വ്യക്തി വിഡോയോ അല്ലെങ്കിൽ ഡിവോഴ്സിയോ ഒക്കെ ആകുമ്പോൾ ഫാമിലി എന്തായാലും ചോദ്യം ചോദിക്കും, എന്തിനാ ഇങ്ങനെയുള്ള ആളെ മാരേജ് ചെയ്യുന്നത്? ഇല്ല എങ്കിൽ റിലീജിയൻ വേറെ ആയിരിക്കാം, കാസ്റ്റ് വേറെ ആയിരിക്കാം. ചിലപ്പോൾ കാസ്റ്റ് അവർ ഓക്കെ ആണെങ്കിലും റിലീജിയൻ അവർക്ക് ഓക്കെ ആക്കാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഫാമിലി വിചാരിക്കും വേണ്ട, ഇങ്ങനെയുള്ള ബന്ധം വേണ്ട എന്നുള്ള രീതിയിൽ സംസാരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ അത് അവർ പറയുന്നത് കേൾക്കാതെ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഔട്ട് ഓഫ് ദ ബോക്സ് പോയി ആക്ഷൻ ഇവർ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഡെവിളിൻ്റെ ആ ഒരു എനർജി ഇവിടെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മുടെ ആ ഒരു സ്നേഹത്തിൽ ഡെഡിക്കേഷൻ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ആ ഒരു വിജയം നമ്മളെ കൊണ്ട് നേടിയെടുക്കാനും സാധിക്കും. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എവിടെയാണോ സ്റ്റക്കായിട്ടിരിക്കുന്നത് അവിടെ നിന്ന് പുറത്തു വരാനാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ ആ ഒരു ഇഷ്ടപ്രകാരമാണ് അവർ ആ സിറ്റുവേഷനിൽ പുറത്തു വരുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ പാർട്ട്ണറിനെ ആർക്കും ഡൊമിനേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ആരെങ്കിലും ദേഷ്യപ്പെടുകയോ ഭയങ്കരമായിട്ട് പ്രഷർ ചെയ്യുകയോ ചെയ്താൽ ഇവർ അവരോട് വഴക്കിടും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ പറയും അവരെ കേൾക്കൂ ഇവരെ കേൾക്കൂ എന്ന് പറഞ്ഞാൽ പോലും ആരുടെയും വാക്കുകൾ ഇവർ കേൾക്കത്തില്ല. ഇവരുടെ മനസ്സും ഹൃദയം എന്താണോ ഇവരോട് പറയുന്നത് അത് മാത്രമേ ഇവർ കേൾക്കത്തുള്ളൂ ഈ ഒരു സമയം എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ഒരു സ്നേഹത്തിൽ ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത് ഹെവി എനർജിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം നിങ്ങൾ കുറച്ച് ശ്രദ്ധാലുവായിട്ടിരിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കേണ്ട സിറ്റുവേഷനിലാണ് എങ്കിൽ വരാൻ പോകുന്ന സമയം ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ അവിടെ ടവർ മൊമെൻ്റ് ആണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അൺകണ്ടീഷണലായിട്ട് സ്റ്റാൻഡ് നിങ്ങൾക്ക് നേരെ എടുക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവർ ആരെയും പേടിക്കാതെ പവർഫുള്ളായിട്ടുള്ള ഡിസിഷൻ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇനി അങ്ങോട്ട്. കാരണം ഇവിടെ ഇനി ഫുൾ മൂൺ വരാൻ പോകുകയില്ല. ഫുൾ മൂൺ വരുമ്പോൾ കുറച്ചും കൂടെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് മാറും നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇതുവരെയും നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാതിരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എപ്പോഴാണ് എൻ്റെ പേഴ്സൺ എനിക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നത് എന്നാണ് എങ്കിൽ ഇവർ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കമ്മ്യൂണിക്കേഷൻ എക്സ്പെക്റ്റഡ് ആയിട്ട് ഇരുന്നോളൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ കമ്മ്യൂണിക്കേഷൻ റിസീവ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവർ വളരെ ഹോപ്പ്ഫുള്ളായിട്ടാണ് ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ ഇവരുടെ റിലേഷൻഷിപ്പിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ ഹീലാക്കാം എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. എന്തൊക്കെ കള്ളത്തനമാണോ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായത് അതെല്ലാം എങ്ങനെ മാറ്റാം എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. ചില സമയം എന്തെങ്കിലും കള്ളം ഇവർ പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്കിടയിൽ ഉണ്ടാകും, എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാകും. അതെല്ലാം മാറി നിങ്ങൾ തമ്മിൽ ഒന്നാവണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളും ഇവരുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം അതിലാണ് ഇവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ ഇവർ പേഷ്യൻസ് ആയിട്ടിരിക്കുകയും ചെയ്യുന്നു. അതായത് നിങ്ങൾക്കും ഇവർക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ മാറ്റാം അതിൻ്റെ കൂടെ പേഷ്യൻസ് ആയിട്ട് ഇവർ ഇരിക്കുന്നു. ഓവറോൾ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി അറ്റാച്ച്മെൻറ്റ് ഇവർക്കുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്ന സമയം കാണാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു പേഷ്യൻസിൻ്റെ ആ ഒരു ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇവരുടെ ആക്ഷനിലൂടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ നോക്കേണ്ട സിറ്റുവേഷനുള്ളവർക്ക് സംസാരം ഉണ്ടാകുമോ അവരുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ അവരുടെ റിലേഷൻഷിപ്പിൽ കൂടുതലായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീലാക്കാം എന്നാണ് ഇപ്പോൾ ഇവർ നോക്കുന്നത്. നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം മാറ്റി എങ്ങനെ നിങ്ങളെ തമ്മിൽ ഹീലാക്കാം എന്നാണ് ഇവർ നോക്കുന്നത്. ഇവിടെ നിങ്ങൾക്കിടയിൽ എന്തൊക്കെ കൺഫ്യൂഷൻസ് ആണോ ഉണ്ടായത്, എന്തൊക്കെ കള്ളങ്ങളാണോ ഇവർക്ക് പറയേണ്ടി വന്നത്, അതെല്ലാം എങ്ങനെ റീസോൾവ് ചെയ്യാം എന്നാണ് ഇവർ ആലോചിക്കുന്നത്. അപ്പോൾ ഇവരുടെ റിലേഷൻഷിപ്പിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം അതിലാണ് കൂടുതലായിട്ട് ഇവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഇവർ പേഷ്യൻസ് ആയിട്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പേഷ്യൻസ് കൊണ്ട് അതിൻ്റെ കൂടെ ആക്ഷനും എടുക്കാനുള്ള എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഓവറോൾ നിങ്ങളെക്കുറിച്ച് ഇവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി അറ്റാച്ച്മെൻറ്റ് ഇവർക്ക് കൂടുതലായിട്ട് ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ ഏതറ്റം വരെ പോയും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എനർജി വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷയുടെ ബലം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അവർ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നോക്കേണ്ട സിറ്റുവേഷനിൽ ആൾക്കാരുടെ പേഴ്സണൽ നെസ്റ്റാഷൻ നോക്കാം. നോക്കേണ്ട സിറ്റുവേഷനിലുള്ളവർക്ക് കോളോ മെസ്സേജോ ഉണ്ടാകുമോ നോക്കുമ്പോൾ ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒബ്സസ്ഡ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വരാൻ പോകുന്ന 27 മണിക്കൂറിനുള്ളിൽ മിനിമം അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ കോളോ മെസ്സേജോ വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആരൊക്കെയാണോ നോക്കേണ്ട സിറ്റുവേഷനുള്ളത് അവർക്കൊക്കെ യൂണിയൻ്റെ ചാൻസസ് കൂടുതലായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് കുറേ ആൾക്കാർക്ക് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാവുകയും അവർ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവർക്ക് മനസ്സിലാവും നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണ്. അപ്പോൾ ആ രീതിയിലുള്ള ഫീലിങ്സ് ഇവർ നിങ്ങളോട് കാണിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇവർ എത്രത്തോളം നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കാത്തിരുന്നു, ഇനി ഇവർ എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത് എന്നും നിങ്ങളോട് ഇവർ പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട്സ് ആണോ ഉള്ളത് ഇവർ റിലേറ്റഡ് അതെല്ലാം ഇവർ ക്ലിയർ ചെയ്യുന്നതാണ്. വളരെ ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും നിങ്ങൾക്കും ഇവർക്കും തമ്മിൽ ഉണ്ടാവുക. ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഫ്യൂച്ചർ ഇവർ കാണുന്നുണ്ടോ, നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ടോ, എല്ലാ കാര്യവും നിങ്ങളോട് ഇവർ സംസാരിക്കുന്നതാണ്. ഇവിടെ നോ കോണ്ടാക്റ്റിലുള്ളവർക്ക് എന്തോ ഒരു ചെറിയ വഴക്ക് കോണ്ടാക്ട് സിറ്റുവേഷനിൽ വന്നിട്ട് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ആവശ്യമില്ലാതെ ഇവർ നിങ്ങളെ സംശയിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് നീ എന്തിനാ അവരോട് സംസാരിച്ചത്, നിൻ്റെ പ്രൊഫൈലിൽ അവരെ നീ ലൈക്ക് ചെയ്തു, അവരെ ഓട് മെസ്സേജ് ചെയ്തു, കമൻ്റ് ഇട്ടു, എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് വഴക്കിടുന്നതായിട്ട് കാണാൻ സാധിക്കും. കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നിട്ട് നിങ്ങളുടെ പാർട്ട്ണർ ഇവിടെ കരിയർ റിലേറ്റഡ് ആയിട്ട് ഉള്ള എന്തോ ഒരു കാര്യവും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ പോവുകയാണ്. അപ്പോൾ നല്ല സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഉള്ളത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇനി കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ തേർഡ് പാർട്ടി എത്ര തന്നെ നിങ്ങളുടെ പേഴ്സണെ ചെയ്യാൻ നോക്കിയാലും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ എടുക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവരുടെ വിഷാണ് നിങ്ങളുടെയും വിഷ് നിങ്ങളുടെ രണ്ടുപേരുടെയും ഇച്ഛ പൂർണ്ണമാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ ആർക്കും ഇവരെ തടസ്സപ്പെടുത്താൻ സാധിക്കത്തില്ല. ഇവരുടെ ആ ഒരു തീരുമാനം ഉറച്ചതായിരിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത് കോണ്ടാക്ട് സിറ്റുവേഷൻ്റെ. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങിനെ വരുന്നത് എല്ലാവർക്കും ബൈ. ഓ നമസ്തേ, താങ്ക് യു സോ മച്ച്.